മറ്റൊരു വാർത്ത നോക്കിയാൽ ഫോൺ ഉപയോഗിക്കുന്നതിലെ തർക്കത്തെ തുടർന്ന് സഹോദരങ്ങൾക്ക് ദാരുണാന്ത്യം. സഹോദരൻ ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചെറിഞ്ഞതോടെ കിണറ്റിൽ ചാടിയ +1 വിദ്യാർത്ഥിനെയും രക്ഷിക്കാൻ ചാടിയ സഹോദരനും മുങ്ങി മരിച്ചു. തമിഴ്നാട് പുതുക്കോട്ടയിലാണ് സംഭവം. ആയിഷത്തുൽ ഷംന, എത്ര വയസ്സുള്ള വിദ്യാർത്ഥികൾക്കാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്? എപ്പോഴാണ് ഉണ്ടായത് ഷംന? അപർണ, ഇന്നലെ രാത്രിയോടെയാണ് സംഭവം. 16 വയസ്സുള്ള, അതായത് +1 വിദ്യാർത്ഥിനിയായ പവിത്രയും സഹോദരൻ മണികണ്ഠന് 18 വയസ്സാണ്. ഇരുവരും സഹോദരങ്ങളാണ്. ഈ കുട്ടി +1 വിദ്യാർത്ഥിനിയായ പവിത്ര സമീപകാലത്തായി ഫോൺ ഉപയോഗം കൂടുതലായിരുന്നു. ഇത് സംബന്ധിച്ച് വീട്ടിൽ നിരന്തരം സംസാരങ്ങൾ ഉണ്ടായിരുന്നു. ഈ അമ്മയും സഹോദരനും കുട്ടിയോട് ഈ ഫോൺ ഇങ്ങനെ രാത്രി ഏറെ വൈകി ഉപയോഗിക്കുന്നതിൽ കുട്ടിയോട് നിരന്തരം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഈ കുട്ടി ഇതൊന്നും വകവെക്കാതെ വീണ്ടും ഈ മൊബൈൽ ഉപയോഗം തുടർന്നു. അത് ഇന്നലെ രാത്രിയിലും ഈ ഫോൺ ഏറെ വൈകിയും മൊബൈൽ ഫോൺ ഉപയോഗിച്ചതോടെയാണ് ഈ സഹോദരൻ മണികണ്ഠൻ ഈ കുട്ടിയുമായി ചോദിക്കുന്നതും ഈ കുട്ടിയിൽ നിന്നും ഈ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുന്നതും അതിനുശേഷം ദേഷ്യത്തെ തുടർന്ന് ഫോൺ എറിഞ്ഞു പൊട്ടിക്കുകയായിരുന്നു. ഇതിൽ മനംനൊന്താണ് ഈ കുട്ടി വീട്ടിലെ കിണറ്റിൽ എടുത്തു ചാടിയത്. ഈ കുട്ടിയെ രക്ഷിക്കാനായി ചാടിയതാണ് സഹോദരൻ മണികണ്ഠൻ. പക്ഷേ ഇരുവരും കിണറ്റിൽ മുങ്ങി മരിക്കുകയായിരുന്നു. ഫയർഫോഴ്സ് ഒക്കെ ഉടൻ തന്നെ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിൽ കൂടി ആഴമുള്ള കിണറായിരുന്നു. ഇരുവരും ഉടൻ തന്നെ കിണറ്റിൽ വെച്ച് തന്നെ മുങ്ങി മരിക്കുകയായിരുന്നു. എന്തായാലും ഫോൺ ഉപയോഗത്തെ തുടർന്നുള്ള ഒരു തർക്കം, അതായത് ഈ ഫോൺ രാത്രി ഏറെ വൈകി ഉപയോഗിച്ചതിനെ തുടർന്നാണ് ഈ സഹോദരൻ ഫോൺ പിടിച്ചു വാങ്ങിയത്, ഫോൺ എറിഞ്ഞു പൊട്ടിച്ചതും. അതിൽ മനംനൊന്താണ് ഈ ഒരു +1 വിദ്യാർത്ഥിനി കിണറ്റിലേക്ക് എടുത്തു ചാടുന്ന ഒരു അവസ്ഥയുണ്ടായത്. പക്ഷേ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഈ സഹോദരനും മുങ്ങി മരിക്കുകയായിരുന്നു. അതിദാരുണമായ ഒരു സംഭവമാണ് ഇപ്പോൾ പുതുക്കോട്ടയിൽ നിന്നും പുറത്തു വരുന്നത്. +1 വിദ്യാർത്ഥിനിയാണ് ഇത്തരത്തിൽ മനംനൊന്ത് കിണറ്റിലേക്ക് ചാടിയത്. അപർണ, ഫോൺ തർക്കത്തിൽ സഹോദരങ്ങൾക്ക് ദാരുണാന്ത്യമാണ് ഉണ്ടായിരിക്കുന്നത്. വളരെ വിചിത്രമായ കാര്യം തന്നെ. തമിഴ്നാട്ടിലെ പുതുക്കോട്ടയിലാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. സഹോദരൻ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചു, അതോടെ കിണറ്റിൽ ചാടിയ +1 വിദ്യാർത്ഥിനി, ആ സഹോദരിയെ രക്ഷിക്കാൻ വേണ്ടി സഹോദരൻ ചാടി, രണ്ടുപേരും മുങ്ങി മരിച്ച സാഹചര്യം. ചൂട് കനക്കുകയാണ്. പലയിടങ്ങളും ജലക്ഷാമത്തിന്റെ പിടിയിലായി കഴിഞ്ഞു. ഉയർന്ന പ്രദേശങ്ങളിലടക്കം കിണറുകളിൽ വെള്ളം കുറയുന്ന സാഹചര്യം. കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ പുനലൂർ സ്ഥാപിച്ച വാട്ടർ കിയോസ്കുകളാകട്ടെ നോക്കുകുത്തികളായി. പുനലൂർ താലൂക്കിന്റെ നേതൃത്വത്തിൽ 6 വർഷം മുൻപ് സ്ഥാപിച്ച വാട്ടർ കിയോസ്കുകളാണിവ. കുടിവെള്ളം ഉറപ്പാക്കാൻ സ്ഥാപിച്ച പദ്ധതി പക്ഷേ ഇന്ന് വരെ ലക്ഷ്യം കണ്ടില്ല. കാലങ്ങളായി ഇവ നശിക്കുകയാണ്. ഓരോ വില്ലേജുകളിലെയും ഉയർന്ന പ്രദേശം കേന്ദ്രീകരിച്ച 5000 ലിറ്ററിന്റെ ടാങ്കും സ്റ്റാൻഡ് ടാപ്പ് ഉൾപ്പെടെ അനുബന്ധ സംവിധാനങ്ങളുമാണ് സ്ഥാപിച്ചത്. സ്റ്റാൻഡ് സ്ഥാപിച്ചതല്ലാതെ ഇതുവരെ ഒരു തുള്ളി വെള്ളം ടാങ്കിൽ ശേഖരിക്കുന്നതിനോ വിതരണം ചെയ്യുന്നതിനോ സാധിച്ചിട്ടില്ല. മിക്ക പ്രദേശങ്ങളിലും ടാങ്കിന്റെ മൂടി തകർന്ന് വെള്ളം കെട്ടിക്കിടന്ന് കീടാണുക്കൾ പെരുകി രോഗാവസ്ഥ പരത്തുന്ന അവസ്ഥയാണ്. സ്റ്റാൻഡുകൾ തകർന്ന് ടാപ്പുകൾ ഉപയോഗശൂന്യമായി. വാട്ടർ കിയോസ്കുകൾ, അതായത് വലിയ വാട്ടർ ടാങ്കുകൾ നമ്മുടെ ഓരോ മേഖലയിലും സ്ഥാപിച്ച് അതിൽ വെള്ളം എത്തിച്ച് ആളുകൾക്ക് വിതരണം ചെയ്യാനുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കി. ലക്ഷക്കണക്കിന് രൂപയാണ് അതിൻ്റെ പിന്നിൽ ചിലവായിട്ടുള്ളത്. ഒരു തുള്ളി വെള്ളം പോലും ഇതുവരെയായിട്ടും ആ വാട്ടർ ടാങ്കുകളിൽ എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, പല വാട്ടർ ടാങ്കുകൾ പൊട്ടിപ്പൊളിഞ്ഞു. ഇതിനകത്ത് വ്യാപകമായ അഴിമതി നടന്നിട്ടുണ്ട്. സമഗ്രമായ ഒരു അന്വേഷണം ഇതിനെ സംബന്ധിച്ചുണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ടാങ്കും അനുബന്ധ സംവിധാനങ്ങളും സ്ഥാപിക്കുന്നതിന് ഒരെണ്ണത്തിന് ഏകദേശം 75,000-ഓളം രൂപയോ ചിലവായിട്ടുണ്ട്. 100-ൽ പുറത്ത് കിയോസ്കുകളാണ് മണ്ഡലത്തിലുടനീളം സ്ഥാപിച്ചത്. കുടിവെള്ള വിതരണത്തിന്റെ മറവിൽ അഴിമതി നടന്നുവെന്നാണ് ആരോപണം. ഇക്കാര്യത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും നാട്ടുകാർ ആവശ്യമുന്നയിക്കുന്നു. ന്യൂസ് 18 പുനലൂർ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യ ലോകത്ത് തൊഴിലില്ലായ്മ രൂക്ഷമാക്കുമെന്നാണ് CPM നിലപാട്. പക്ഷേ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിന് AI വീഡിയോ അടക്കം പുറത്തിറക്കിയാണ് CPM പ്രചാരണം. EK നായനാരുടെ AI വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഹിറ്റാണ്. സലാങ്ങളെ, ഈ 100 കൊല്ലം കമ്മ്യൂണിസ്റ്റുകാരെ ഭരണത്തിൽ വരില്ല എന്നല്ലേ എവിടെല്ലാം പറഞ്ഞേ? ഞാനും മുഖ്യമന്ത്രി ആയില്ലേ? VS ആയി, പിണറായി ആയി. നമ്മുടെ പിണറായി 2ാമത് മുഖ്യമന്ത്രി ആയുള്ളൂ. എന്തുകൊണ്ടാത്? ജനത്തിന് വേണ്ടത് നമ്മളോടും. സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് നയനാരുടെ ഈ AI വീഡിയോ.
കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് CPM ഇത് പുറത്തിറക്കിയിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അനന്ത സാധ്യതകൾ പാർട്ടി സമ്മേളനത്തിന് വേണ്ടി CPM ഉപയോഗപ്പെടുത്തുകയാണ്. AI-യുടെ അതിപ്രസരത്തിനെതിരെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പരസ്യ നിലപാടെടുത്ത ശേഷമാണ് ഈ നീക്കമെന്നതാണ് വിരോധാഭാസം. സൈബർ ഇടങ്ങളിൽ വൈറലായി ഓടുന്ന വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകളിൽ CPM-ന്റെ മുൻകാല നിലപാടുകൾ ഓർമ്മപ്പെടുത്തുന്ന ചിലരെങ്കിലുമുണ്ട്. എന്തായാലും നയനാരെ പോലെ ജനപ്രിയ നേതാക്കൾ AI-യിലൂടെ പുനഃസൃഷ്ടിക്കപ്പെടുന്നത് പാർട്ടി അണികൾക്കിടയിൽ വലിയ ആവേശമാവുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.